ഇപ്പോൾ സെപ്റ്റംബർ 3-ാം തീയതി മുതലാണല്ലോ ഈ പുതിയ ചാർജ് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 22 മുതലാണ് പ്രാബല്യമാവുന്നതെന്നുള്ളത്. അതിന് മുമ്പേ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന് ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും GSTക്ക് മുമ്പേ എന്തൊക്കെ ടാക്സ് വെച്ചിരുന്നു, അതായത് ഏതാണ്ട് എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ 10 തൊട്ട് 11 ടാക്സ് വരെ GSTക്ക് മുമ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു പ്രോഡക്റ്റിൻ്റെ വിലയെക്കാട്ടിലും കുറവായിരുന്നു GST വന്നതിന് ശേഷം ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന്. ഏത് പർട്ടിക്കുലർ പ്രോഡക്റ്റിന്? സാധാരണക്കാരൻ്റെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഞാൻ പറയുന്നത് ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ലക്ഷറി സാധനങ്ങളല്ല, സാധാരണക്കാരനെ അഫക്റ്റ് ചെയ്യുന്ന മിക്ക 90% പ്രോഡക്ട്സും GST വരുന്നതിന് മുമ്പേയുള്ള റേറ്റിനേക്കാളും കുറവായിരുന്നു GST വന്നതിന് ശേഷം എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ഈ ഓഗസ്റ്റ് 15-ന് പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ഒരു ഡിസിഷൻ പറഞ്ഞു. ഇപ്പോൾ സെപ്റ്റംബർ 3-ാം തീയതി അത് നമ്മുടെ മുന്നിലേക്ക് ഒരു റൂളായിട്ട് വന്നു. ഇനി സെപ്റ്റംബർ 22-ാം തീയതി മുതൽ വരുന്നു. അതിൽ തന്നെ ഗവൺമെൻറ് പ്രത്യേകമായിട്ട് ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പറയുന്നത് കഴിയുന്നതും കമ്പനികൾ ഈ ബെനിഫിറ്റ് ശരിക്കും അവർക്ക് വേണ്ടി പാസ് ഓൺ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഇതിനനുസരിച്ച് കമ്പനികൾ വില കൂട്ടുമെന്നല്ലേ. നമ്മളിപ്പോൾ ഈ സാധനങ്ങളുടെ വില കുറച്ചല്ലോ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റയുടെ 13% വെയിറ്റേജാണ് ഈ വില കുറവ് കൊണ്ട് താഴേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇൻഫ്ലേഷനിൽ 0.5 to 0.9% വരെ മോഡറേഷൻ ഈ റേറ്റ് കുറവ് കൊണ്ട് വന്നേക്കാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലെ വില കുറവ് വരുന്നത് കാരണം ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് 22 തൊട്ട് 28% വരെ ഈ CPI ബാസ്ക്കറ്റിലുള്ള ഗുഡ്സ് 5%-ഓ 5%-ത്തിൽ താഴെയോ ആണെന്ന്, 5% എന്നുള്ള ബാക്കിയുള്ളത് 5%-ന് താഴെയുണ്ട്. ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം വിഷ്ണു, ഞാൻ ഈ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്ത് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞാലും അതൊരു സ്പെക്കുലേഷൻ മാത്രമാണ്, അത് നടക്കണമെന്നില്ല. ചിലപ്പോൾ ഇതിനേക്കാൾ റവന്യൂ വരാം, റവന്യൂ കുറയാം, എന്ത് വേണമെങ്കിലും സംസാരിക്കും. എങ്കിലും ഞാനൊരു കാര്യം പറയാം, നമുക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഗവൺമെൻറ് കൺട്രോൾ ചെയ്തിട്ട് 0%-ലും 5%-ലുമാണ് ഇത് വച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ഹൗസ് ഹോൾഡ് ഡ്യൂട്ടിയുടെ ബേസിക് സാധനങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.